ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ രാവിലെ തിരുവചനം കേൾക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോടടുത്ത് വരുന്ന സകലരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. 18-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിനകത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. പ്രിയരെ, സങ്കീർത്തനക്കാരൻ ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ 19-ാം വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, 18-ാം സങ്കീർത്തനത്തിൻ്റെ മുകളിലോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ 5-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു: പാതാള ഗോപുരങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണികളും എന്നെ പിന്തുടർന്നു പിടിച്ചു, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു എന്ന് 4-ാം വാക്യത്തിനകത്തും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ് തന്നെ വെല്ലുവിളിയിലായ ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ഇവിടെ കാണുവാനായി കഴിയുന്നത്. മരണകരമായ അനുഭവങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ഭയാനകമായ നിലയിൽ ശത്രു തകർത്ത് കളയേണ്ടതിന് അടുത്തു വന്ന സന്ദർഭം. എന്നാൽ 3-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്: സുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ശത്രു എൻ്റെ അടുക്കലെത്തി എന്നല്ല, ശത്രുവിൻ്റെ ശബ്ദം ഞാൻ കേട്ടു എന്നല്ല, ശത്രുവിൻ്റെ കൈക്കകത്ത് ഞാൻ പെട്ടതുപോലെ ആയിപ്പോയി. അത്ര ഭയാനകമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കേണ്ടി വന്ന അവസ്ഥ. ഇന്ന് രാവിലെ ഏതെങ്കിലുമൊക്കെ നിലകളിൽ പ്രാണൻ മരണഭയത്തിലാകത്തക്ക നിലയിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, നിശ്ചയമായിട്ടും പ്രവർത്തിക്കുവാൻ കരുത്തുള്ളൊരു മഹാദൈവത്തെയാണ് നാം സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. പ്രതിസന്ധികളുടെ മുൻപിൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ മനസ്സ് വെച്ചാൽ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ തീരുമാനമെടുത്താൽ, ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നിശ്ചയമായിട്ടും പ്രതികൂലങ്ങളുടെ നടുവിൽ തൻ്റെ ജനത്തെ സൂക്ഷിക്കുന്ന ദൈവിക കരുതലിൻ്റെ ആഴം വലുതാണെന്ന്. ഒരുപാട് വേദനകളോടെ, ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ ഈ രാവിലെ ആർത്തരായി നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, വിടുവിക്കുവാൻ കരുത്തുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. 19-ാം വാക്യത്തിനകത്തേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്: ഇന്നലകളിൽ മരണകരമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു എങ്കിലും അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയരെ, വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ, സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, അതിർവരമ്പുകളെ വലിച്ചു നീട്ടി അതിനകത്ത് അനുഗ്രഹിക്കുവാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഈ വാക്യം ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാമോ? നിങ്ങൾ ഏത് വിഷയത്തിനകത്താണോ ഞെരുങ്ങിപ്പോകുന്നത്, മുൻപിലേക്ക് പോകുവാൻ കഴിയാതെ വണ്ണം ശത്രു ഭയാനകമായ നിലയിൽ ഉപദ്രവിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിനകത്തുണ്ടോ? ഈ വാക്യം ഹൃദയം കൊണ്ട് വിശ്വസിക്കാമോ? അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരും. മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്തത്, ഒരു മനുഷ്യനും ഇടപെടുവാൻ കഴിയാത്തത്, ഭാരവും വേദനയുമുള്ള വിഷയങ്ങൾ അതാണോ നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്നാലും വിശ്വസിക്കാം, വിശാലതയിലേക്ക്, സൗഖ്യത്തിലേക്ക്, ഉയർച്ചയിലേക്ക്, നന്മയിലേക്ക്, ഞെരുക്കങ്ങളില്ലാത്ത അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. സാമ്പത്തിക വിഷയത്തിനകത്താണോ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നത്? കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണോ നിലനിൽപ്പിനെ തന്നെ തകർത്ത് ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്? കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്തുള്ള ആകുലത ചിന്തകളാണോ
ഞെരുക്കങ്ങളായി വെളിപ്പെടുന്നത്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കപ്പെട്ട ചില വിശാലതകൾ വെളിപ്പെടുവാനായി പോകുകയാണ്. ഡിസംബർ മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ദൈവിക വിശാലതയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാമോ? എന്നും ഞെരുങ്ങി, എന്നും ഭാരത്തിനകത്ത്, എന്നും പ്രതിസന്ധികൾക്കകത്ത് ജീവിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ഈ ഞെരുക്കങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ വിശാലത നൽകി തരുവാൻ കർത്താവിന് കഴിയും. ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിർവരമ്പുകൾ അകന്നു മാറുന്ന, ഒരു സ്വാതന്ത്ര്യം വെളിപ്പെടുന്ന, വിശാലത വെളിപ്പെടുന്ന ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ദൈവം എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ഏറ്റവും എളിയ, ഏറ്റവും ചെറിയ സാഹചര്യങ്ങൾക്കകത്ത് പെട്ടിരിക്കുന്നവരാണോ? ഞാൻ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പറയാം, വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും. നിങ്ങൾക്കറിയാമോ, ആട്ടിടയനെ രാജാവാക്കി തീർത്ത ചരിത്രം തിരുവചനത്തിനകത്തുണ്ട്. കാട്ടത്തിപ്പഴം പറക്കി നടന്നവനെ പ്രവാചകനാക്കി മാറ്റിയ സംഭവം തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗന്നേസരത്ത് തടാകത്തിൽ മീൻ പിടിച്ച് നടന്നവരെ അപ്പോസ്തലന്മാരാക്കി വിശാലതയിലേക്ക് കൊണ്ടുവന്ന ദൈവപ്രവൃത്തിയെ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുക. ഇന്ന് പകൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന, ഭാരങ്ങൾ അനുഭവിക്കുന്ന, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഒരു വിശാലത നൽകി തരുവാൻ ദൈവം സർവശക്തനാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മരണകരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ശത്രുവിന്റെ ഉപദ്രവം ഭയാനകമായ നിലയിലുണ്ടായിരുന്ന എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. രണ്ടാമത്തെ കാര്യം പറയുന്നു, എന്നെ വിടുവിച്ചു. വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമല്ല, അനുഭവിച്ചു കൊണ്ടിരുന്ന സകല പ്രതികൂലങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, ഭാരങ്ങളിൽ നിന്നും, ആകുലതകളിൽ നിന്നും ദൈവം വിടുവിക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പോടെ വിശ്വസിക്കുക, വിടുവിക്കുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. സിംഹത്തിന്റെ വായിൽ നിന്നും, തീച്ചൂളയുടെ നടുവിൽ നിന്നും, പത്മോസിൽ നിന്നും, കാരാഗ്രഹത്തിനകത്ത് നിന്നും, പൊട്ടക്കിണറ്റിനകത്ത് നിന്നും, ക്ഷാമത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, പൈശാചിക പ്രതികൂലങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ കരുത്തുള്ള മഹാദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഈ വാക്യം പറയുന്നു, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, മാത്രമല്ല എന്നെ വിടുവിച്ചു. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ഈ ഡിസംബർ മാസം ദൈവിക അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? രണ്ട് കാര്യങ്ങൾ: വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം. പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരിലേക്കും ദൈവശക്തി പാഞ്ഞിറങ്ങുന്നത് കൊണ്ട് നന്ദി. ആരെങ്കിലും വേദനകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ യേശുവിൻ നാമത്തിൽ ദൈവിക വിശാലത അനുഭവിക്കട്ടെ, ദൈവിക വിടുതലുകൾ അനുഭവിക്കട്ടെ. ഈ വർഷത്തിന്റെ അവസാനത്തെ മാസം ദൈവപ്രവൃത്തികളുടെ നാളുകളായി തീരട്ടെ. ദൈവം അത് ചെയ്യും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രഭാതമെന്ന അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്കും ഈ സന്ദേശം ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. തിരുവചനം കേട്ട അവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ, ആമേൻ.